നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പുത്രദയ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സന്താനരഹിതർക്ക് സന്താന ഭാഗ്യവും ഇനി സന്താനങ്ങൾ ഉള്ളവർക്ക് പുത്രസുഖവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇനി ഈ ഏകാദശി പുണ്യദ ഏകാദശി അഥവാ പുത്രജാത ഏകാദശി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കർക്കിടക മാസത്തിലെ ഈ ഏകാദശി 2024 ആഗസ്റ്റ് 16 വെള്ളിയാഴ്ചയാണ് വരുന്നത്. ഈ ഏകാദശി ദിവസം വിധിപ്രകാരം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ സകല നന്മകളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല മക്കൾക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും വന്നു ചേരുന്നതുമാണ്. ഇത്തവണത്തെ പുത്രദ ഏകാദശിയോടൊപ്പം തന്നെ വരലക്ഷ്മി വ്രതവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് വരലക്ഷ്മി പൂജ ചെയ്യുവാൻ കഴിയുന്നവരെല്ലാവരും ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച വരലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യേണ്ടതാണ്. ഇനി എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് പുത്രദ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ പാടുള്ളൂ. വൈകിട്ട് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഇനി ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. പൂർണ്ണമായ ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി ദിവസം അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്വിളക്ക് കൊളുത്തിവെച്ച് നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ മന്ത്രങ്ങൾ, നാമങ്ങൾ ചൊല്ലി നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇനി ഏകാദശി ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാര മൂർത്തികളുടെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം കൊണ്ടുള്ള അർച്ചന നടത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഭഗവാന് വെണ്ണ, തുളസിമാല, മഞ്ഞപ്പട്ട് എന്നിവ വാങ്ങി ആ തിരുനടയിൽ സമർപ്പിക്കാവുന്നതുമാണ്. ഇനി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭഗവാനെ വഴിപാട് ചെയ്ത് പൂജിക്കുക. വിളക്ക് കൊളുത്തിയതിനു ശേഷം ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ കൂടാതെ ഹരേ രാമ മന്ത്രവും 108 തവണ ചൊല്ലാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ കേൾക്കാവുന്നതോ ആണ്. ഇതിനോടൊപ്പം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും അതിവിശേഷമാണ്. ഇനി ഏകാദശി ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 12 മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഇത്തവണത്തെ പുത്രദ ഏകാദശിയുടെ ഹരിവാസര സമയം എപ്പോഴാണെന്ന് നോക്കാം. 2024 ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച പുലർച്ചെ 3:49 ഹരിവാസര സമയം ആരംഭിച്ച് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:14 ഹരിവാസര സമയം അവസാനിക്കുന്നത്. ഈ ഒരു സമയത്ത് ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഇനി ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണ വീടുന്ന സമയം. പാർണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. പുത്രദ ഏകാദശിയുടെ പാർണ സമയം എപ്പോഴാണെന്ന് നോക്കാം. ഓഗസ്റ്റ് 17 ശനിയാഴ്ച രാവിലെ 6:08 മുതൽ രാവിലെ 8:06 വരെയാണ് പാർണ വീടേണ്ട സമയം. വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ ഒരു സമയം തീരുന്നതിന് മുൻപായി കൃത്യമായി പാർണ വീടേണ്ടതാണ്. ഇനി ക്ഷേത്രത്തിൽ പോയി പാർണ വീടുന്നവർ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാർണ വീടാവുന്നതാണ്. ഇനി അതല്ല ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ചന്ദനവും മലരും തുളസി ഇലയും ഇട്ട് ആ തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാർണ വീടാവുന്നതാണ്. ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായാൽ നമ്മൾ ചൊല്ലേണ്ട പിഴമന്ത്രം ഏതാണെന്നും പാർണ വീടുമ്പോൾ ചൊല്ലേണ്ട പാരണാമന്ത്രം ഏതാണെന്നും നോക്കാം. പാരണാമന്ത്രം ചൊല്ലുന്നതിന് മുൻപായി ആദ്യം ചൊല്ലേണ്ടത് പിഴമന്ത്രമാണ്. വ്രതം അനുഷ്ഠിച്ചതിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിലോ അതുമല്ലെങ്കിൽ നാമജപത്തിലോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് തെറ്റ് സംഭവിച്ചു എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായാൽ നിങ്ങൾക്ക് ക്ഷമാപണ മന്ത്രം അല്ലെങ്കിൽ പിഴമന്ത്രം ചൊല്ലാവുന്നതാണ്. ഈ ഒരു ക്ഷമാപണ മന്ത്രം അല്ലെങ്കിൽ പിഴമന്ത്രം ചൊല്ലുന്നതിലൂടെ വ്രതം അനുഷ്ഠിക്കുന്നതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിഞ്ഞോ അറിയാതെയോ ഉള്ള
തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിഴമന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി ഈ പിഴമന്ത്രം ചൊല്ലേണ്ടത് ദ്വാദശി ദിവസം അതിരാവിലെയാണ്. ദ്വാദശി ദിവസം അതിരാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തിയതിന് ശേഷം പാലോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക. അതിനുശേഷം ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലാവുന്നതാണ്. അതായത് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. അതിനുശേഷം പിഴമന്ത്രം അല്ലെങ്കിൽ ക്ഷമാപണ മന്ത്രം ചൊല്ലുക. ഇനി പിഴമന്ത്രം ഏതാണെന്ന് നോക്കാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേവൽ ക്ഷമസ്വ ഹരിഹരി കരണാബ്ദേ ശ്രീ വിഷ്ണു സംഭവായ നമോ നമ. ഇങ്ങനെ ഈ പിഴമന്ത്രം ചൊല്ലുക. അതിനുശേഷം പാരണാമന്ത്രം ചൊല്ലി പാരണ വീടാവുന്നതാണ്. ഇനി പാരണ വീടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം. ഭോക്ഷ്യോഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. ഇതാണ് പാരണാമന്ത്രം. അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ വിടാൻ പോകുന്നു, അങ്ങെനിക്ക് തുണയായിരുന്നാലും. ഇതാണ് ഈ പാരണാമന്ത്രത്തിൻ്റെ അർത്ഥം. പാരണാമന്ത്രം 8 തവണയാണ് ചൊല്ലേണ്ടത്. 8 തവണ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തുളസിയിലെയും മലരും ചന്ദനവും ഇട്ട് ആ വെള്ളം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ പിഴമന്ത്രവും അതുപോലെ തന്നെ പാരണാമന്ത്രവും ചൊല്ലി സർവ്വതും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഇതുവരെയും ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് വ്രതം അനുഷ്ഠിച്ചു നോക്കൂ. തീർച്ചയായും ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും വന്നു ചേരുന്നതാണ്. ഇനി ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. അതുപോലെ തന്നെ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാനും പാടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള തുളസി ഇലകൾ, അതായത് ഏകാദശി ദിവസം ഒരുപാട് പേർ ഭഗവാന് തുളസിമാല കെട്ടി ചാർത്താറുണ്ട്. അങ്ങനെ മാല കെട്ടാൻ ആവശ്യമുള്ള തുളസി ഇലകളും പൂജയ്ക്ക് ആവശ്യമുള്ള തുളസി ഇലകളും പിറ്റേന്ന് ദ്വാദശി ദിവസം പാരണ വീടാനും ആവശ്യമുള്ള തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കുക. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് 3 പ്രദക്ഷിണം വയ്ക്കുന്നതും വൈകിട്ട് തുളസി തറയിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നതും അത്യുത്തമമാണ്. പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഭുതേ തുളസീത്വം നമാമ്യഹം. ഈ ഒരു മന്ത്രം ചൊല്ലി വേണം തുളസിക്ക് 3 പ്രദക്ഷിണം വയ്ക്കുവാൻ. വിഷ്ണു പ്രീതിയിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ. അതുകൊണ്ട് തന്നെ സാധിക്കുന്നവർ എല്ലാവരും മാസം തോറും വരുന്ന 2 ഏകാദശി വ്രതവും അനുഷ്ഠിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾ പോലും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.